ആലപ്പുഴ ആറാട്ടുപുഴയിൽ വയോധികയെ തെരുവുനായ കടിച്ചുകൊന്ന സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ. കാർത്തിയായനിയമ്മ വീടിന് പുറത്ത് കിടന്ന ശേഷം വീടും ഗേറ്റും പൂട്ടിയാണ് വീട്ടുകാർ പുറത്തു പോയത്. തെരുവുനായ കടിച്ച കാർത്തിയായനി 2 മണിക്കൂറോളം വീട്ടുമുറ്റത്ത് കിടന്നു. സംഭവത്തിൽ മകൻ പ്രകാശന്റെ വിചിത്ര ന്യായീകരണം ഇങ്ങനെയാണ്. നിങ്ങൾ വന്ന് നോക്കുക, അകത്ത് അമ്മയ്ക്ക് ഒരു മുറിയുണ്ട്. പക്ഷെ ഈ സ്റ്റെപ്പ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കയറണ്ടല്ലോ, പ്രായമല്ലേ. ഞാനത് കാരണം ഞാൻ പറയാം, ഒന്നീ ആ അമ്മ അകത്തിരി, അല്ലെങ്കിൽ വെളിയിലേ മോനെ ഞാൻ വെളിയിലേക്കാം, നീ വരുമ്പോഴത്തേനും ഞാൻ അകത്ത് കയറാം. അപ്പോൾ അവൾ ചിലപ്പം വെളിയിൽ കൊണ്ട് കൊടുക്കും, അല്ലെ അകത്താണെങ്കിൽ അമ്മയ്ക്ക് അകത്തിരുന്ന് ഭക്ഷണം കൊടുക്കും. ഇതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? അമ്മ അങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാം. ഇത് അങ്ങനെ ഒരു വീട്ടിലെ ഒരാൾ എന്ന് പറഞ്ഞ പോലെ നടക്കുകയും എടുക്കുകയും ചെയ്യുന്ന ഒരാൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ലല്ലോ ഈ പട്ടി ഒരിതുണ്ടാവുമെന്ന്. അയൽക്കാരുമായി പ്രകാശന് സഹകരണമില്ല എന്ന് നാട്ടുകാരും പറയുന്നു. പുറത്തുനിന്ന് പൂട്ടിയാലും പട്ടിക്കകത്തൂടെ കയറാൻ പറ്റും. ഈ പ്ലാസ്റ്റിക് വെച്ചായിട്ട് ഇതിലൂടെയൊക്കെ ഇടവുള്ളിടത്തോടെ പട്ടി കയറി. പക്ഷേ ഈ വല്യമ്മയ്ക്ക്, ഈ 81 വയസ്സായ വല്യമ്മയ്ക്ക് വലുതായിട്ടൊന്നും സംസാരം. ഇവരിങ്ങനെ കിടന്ന് കരയുന്നെന്ന് പറയുന്നു. പക്ഷെ കരയുന്നെങ്കിലും നമുക്ക് ഇതെന്തുവാന്നുള്ളത് അറിയുന്നില്ല. ഇവരെവിടെങ്കിലും അല്ല ഒന്ന് പറയിച്ചും പോകത്തില്ല. ഈ തള്ളെ വെളിക്കിരുത്തിക്കൊണ്ട് പോകുന്നല്ലാതെ അയലുകാരും സഹകരണമില്ല. അത് അവരകത്തായിരുന്നെങ്കിലും കുഴപ്പമില്ല, അവരെ പുറത്തേറ്റ് പൂട്ടി വെച്ചാൽ പോയിരിക്കുന്നു. കാർത്തിയായനിയുടെ പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങിയിട്ടുണ്ട്. തകഴി അരയൻചെറിയിലെ വീട്ടുവളപ്പിൽ വൈകിട്ടാണ് സംസ്കാരം. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഈ കുടുംബം പറയുന്നത്, അതായത് മകൻ പറയുന്നതൊക്കെ അത്ര വിശ്വാസയോഗ്യമാണോ? ദാരുണമായൊരു മരണമാണ് കാർത്തിയായനിക്ക് സംഭവിച്ചത്. അനുജ, ഒരു വശത്ത് ഈ ഒരു തീരദേശ മേഖലയിലെ രൂക്ഷമായിട്ടുള്ള തെരുവ് നായ ആക്രമണം, ആ പ്രദേശത്ത് തെരുവ് നായയുടെ ആക്രമണം, അത്തരത്തിലുള്ള ശല്യമുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ മറ്റൊരു വശം കൂടിയുണ്ട്. അതായത് ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ അമ്മയെ, ഈ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള കാർത്തിയായനി അമ്മയെ വീട്ടിൽ തനിയെ ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ ഒരു സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തം മകനുണ്ട് എന്നുള്ളൊരു മനുഷ്യാവകാശ പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. അതായത് അമ്മയുടെ താല്പര്യപ്രകാരമാണ് ഒക്കെ വെളിയിൽ കാറ്റുകൊള്ളാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഷെഡ് തന്നെ പണിത് വീടിൻ്റെ മുറ്റത്ത് മതിലിനോട് ചേർന്ന് ഷെഡ് പണിത് കൊടുത്തതെന്നാണ് മകൻ പറയുന്നത്. പക്ഷേ നാട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീട്ടുകാരോട് വലിയ വിരോധമുണ്ട്. കാരണം നാട്ടുകാരുമായി സഹകരണമില്ല. അങ്ങനെയെങ്കിൽ കൂടി പോലും ഈ അമ്മയെ ഒറ്റയ്ക്കാക്കി വീട്ടിൽ പോകുമ്പോൾ രാവിലെ പോയ മകൻ വൈകുന്നേരമായിരിക്കും വരെ. കൊല്ലത്ത് ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ജീവനക്കാരനാണ് മകൻ പ്രകാശൻ. ഭാര്യ നിത്യേന അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന ആളാണ്. അപ്പം രാവിലെ പോയാലും അവരും വൈകിട്ടാവും തിരിച്ചു വരുമ്പോൾ. അങ്ങനെ അമ്മയ്ക്ക് ഒറ്റയ്ക്കായിരുന്ന സമയത്ത് നാട്ടുകാരോട് പോലും അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഒരു കരുതൽ വേണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം എന്നുള്ള കാര്യം ഒന്നും നാട്ടുകാരോട് പറഞ്ഞില്ല എന്നാണ് അറിയുന്നത്. നിലവിൽ ഈ സംഭവം നാട്ടുകാരും വീട്ടുകാരും അറിയുന്നത് വൈകിട്ട് 5 മണിക്കാണെങ്കിൽ ഈ തെരുവുനായയുടെ ആക്രമണം വീട്ടിനകത്തേക്ക് ഏകദേശം 3 മണിക്ക് തന്നെ ഉണ്ടായി. കാരണം അമ്മ, ഈ കാർത്തിയായനി അമ്മ വീടിൻ്റെ വെളിയിലെ ഷെഡിൽ ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത്. സ്വാഭാവികമായും ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതിൻ്റെ മണം കണ്ടിട്ടാകാം തെരുവുനായ്ക്കൾ, അത് ഒന്നിലധികം തെരുവുനായ്ക്കൾ ഈ അമ്മയെ ആക്രമിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. പക്ഷേ പട്ടി ഉണ്ടായിട്ട് പോലും ഈ ഗേറ്റ് പൂട്ടിയിട്ട് ഇവർ പോയി. പക്ഷേ ഈ വേലി പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ചൊരു വേലിയാണ്. ആ വേലിക്കകത്ത് നിന്നും തെരുവുനായ്ക്കൾ പുറത്തു നിന്നും അകത്തേക്ക് കയറി വന്നാണ് അമ്മയെ ആക്രമിക്കുന്നത്. ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ തേടി വന്നതായിരിക്കാം നായ്ക്കൾ. പക്ഷേ ഈ ആക്രമണത്തിൽ നിലത്ത് വീണു, മുഖമാകെ കീറി കടിച്ചു ഈ തെരുവുനായ്ക്കൾ. 2 മണിക്കൂറോളം അവിടെ കിടന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും മകൻ ജോലി കഴിഞ്ഞ് വൈകിട്ട് 5 മണിക്ക് വരുമ്പോൾ മാത്രമാണ് ഈ അമ്മ ഈ നിലയിലാണെന്നുള്ള വിവരം അറിയുന്നത്. പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരിക്കുകയുമായിരുന്നു. ഈ വിഷയത്തിൽ സ്ഥലം MLA, ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലാണ് ഈ സ്ഥലം, ഹരിപ്പാട് MLA കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. ഇത് തെരുവുനായ്ക്കളുടെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായിട്ടുള്ള നടപടികൾ എടുക്കണം, ഈ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കണം അടക്കമുള്ള ആവശ്യം സ്ഥലം MLA ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ തൃക്കുന്നപ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. മകൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മകൻ പറയുന്ന മൊഴി ഇപ്രകാരം തന്നെയാണ്, അമ്മയുടെ ആവശ്യപ്രകാരം തന്നെ പുറത്തിരുത്തിയതാണ്. അങ്ങനെ വീട്ടിൽ മനഃപൂർവ്വമായി അമ്മയെ പുറത്തിരുത്തിയതല്ല എന്നൊരു ന്യായീകരണമാണ്, അല്ലെങ്കിൽ ഒരു മൊഴിയാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് നിലവിൽ ഞാൻ നിൽക്കുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ മുൻപിലാണ്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് പൂർത്തിയായി. ബന്ധുക്കൾ ഏറ്റുവാങ്ങും. തകഴിയിലാണ് അമ്മയുടെ വീട്, കാർത്തിയാനമ്മയുടെ വീട്. അങ്ങനെ വൈകിട്ട് 3 മണിയോടുകൂടി ശവസംസ്കാരം ഉണ്ടാകുമെന്നാണ് നിലവിൽ ബന്ധുക്കൾ അറിയിക്കുന്നത്. അനുജ, അതാണ് ഇപ്പോൾ ആലപ്പുഴയിലാണ് ഇന്നലെ ദാരുണമായൊരു സംഭവം ഉണ്ടായത്. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള കാർത്തിയായനിയെ തെരുവുനായിക ആക്രമിച്ച് കൊല്ലുകയായിരുന്നു. ഇതിൽ ചില ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട്. മകൻ പറയുന്നത് പുറത്ത് അമ്മയെ കിടത്തിയത് അമ്മയുടെ സൗകര്യാർത്ഥമാണ് എന്നുള്ളതാണ്. എന്നാൽ അതിലൊക്കെ സംശയമുണ്ട്. പോലീസ് വിശദമായ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നു.